ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ അപ്പോഴത്തെ തലക്കുന്നുണ്ട്, അതാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ വോയിസ് ഓവർ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നേരിട്ടൊരു വീഡിയോ എടുത്ത് സംസാരിക്കുന്ന ഒരു രീതിയിലെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ക്യാമറ നോക്കിയാണ് സംസാരിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ വീട്ടിൽ. എൻ്റെ ബ്രദറും സിസ്റ്ററും കുഞ്ഞും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു അബ്രോഡായിരുന്നു, അപ്പോൾ ഒരു നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇതാ നമ്മുടെ വില്ലാളി വീരൻ എന്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാം ഒതുക്കി വൃത്തിയാക്കി ഇവിടെ നമ്മുടെ സോഫ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ മകൻ എന്താണ് കാണിച്ചത് ഞാൻ കാണിച്ചു തരട്ടെ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അംഗം. മുഴുവനും വലിച്ചു വാരിട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെയാണ് ഇരിക്കുന്നത്. പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ ഇവിടെ സോഫയ്ക്ക് വിരി പോലും ഇടാറില്ല. കാരണം വേറൊന്നുമല്ല, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ആ സോഫ മുഴുവൻ നമുക്ക് കേടായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇതൊക്കെയാണ് അടുത്ത പരിപാടി. എത്രത്തോളം എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം നമുക്കത് എനിക്കിഷ്ടമാണെങ്കിൽ കൂടെ നമുക്കത് ഒരു വീടാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ട്. എങ്കിലും എനിക്കത് എടുക്കണം ആഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവർക്കും കൂടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവർ വന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഏകദേശം ഒരു 12:30 മണിയോടെ അവർ വീട്ടിലോട്ട് വന്ന് അവർക്ക് അക്ഷയയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങ് നേരെ ഇങ്ങോട്ട് വരിക ചെയ്തു കേട്ടോ. ഇടയ്ക്ക് ഓടി വന്ന പാടെ ആ കുപ്പിയെ കാണിച്ചു തന്നെ കേട്ടോ. ഹാനിൽ അങ്ങനത്തെ ഒരു കുപ്പി ഉണ്ടായിരുന്നേ. ഞാൻ വീട്ടിൽ പോയപ്പോൾ ആ കുപ്പിക്കൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ സെയിം കുപ്പി കുഞ്ഞിനെ മേടിച്ചു കേട്ടോ. പിന്നെ അവർ കൊല്ലംകോട് പോയ വീഡിയോ കാണിച്ചു തന്നു. വന്ന പാടെ വെള്ളവും കുടിച്ചു കേട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാനേ പോയ ഉച്ചയായില്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് നേരെ ഫുഡ് കഴിച്ച് നമ്മളൊന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് പിടിയും കോഴിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അങ്ങനെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന വിഭവമല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് വെറൈറ്റിക്ക് പിടിയും കോഴി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറേ കുറച്ച് കറികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയായിട്ട് അധികവും കറികളും എല്ലാം ഉണ്ടാക്കിയത്. ഞാൻ ആകെ പരിധരം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അമ്മ ആണ് എല്ലാം മെയിനായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കറണ്ട് അങ്ങ് പോയി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എന്തായാലും വെയിലല്ലേ. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ചക്കയെല്ലാം പറിച്ച് വെക്കാൻ വിചാരിച്ചു കേട്ടോ. പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് തിരിച്ച് പോകുമ്പോൾ ചക്ക വരട്ടി കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ മൂത്ത ചക്കയെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 ചക്കകൾ നമ്മൾ പറിച്ചെടുത്തു. 2-3 പേർക്ക് വരെ കൊടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ താഴെയുള്ള ചക്കകളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഈ പ്ലാവിൽ ആദ്യം നേരത്തെ ചക്ക ഉണ്ടാവും. ബാക്കിയുള്ള പ്ലാവുകളിലൊക്കെ ഏറ്റവും അവസാനത്തോടെയാണ് ചക്ക ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ചക്കയ്ക്ക് അങ്ങനെ ക്ഷാമം വരാറില്ല കേട്ടോ. ഇതിൽ ചക്ക തീരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പ്ലാവിലെല്ലാം ചക്ക ആയി തുടങ്ങും. നമ്മുടെ വീട് ഇച്ചിരി ഹൈറ്റിലായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താഴത്ത് ഇങ്ങനെ ഇച്ചിരി ഇറക്കത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് ഇറങ്ങിയിട്ടാണ് അമ്മ ചക്കയെല്ലാം എടുത്തത് കേട്ടോ. നമ്മൾ കുറച്ച് ഇത്തര പോലെ ഇറങ്ങുന്നതുകൊണ്ട് കുറച്ച് സ്ലിപ്പാവും. അപ്പം സൂക്ഷിച്ച് കണ്ടൊക്കെയാണ് അമ്മ എടുക്കുന്നത് കേട്ടോ. തൊട്ടിപ്പുറത്ത് വേസ്റ്റ് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും ചക്ക വീഴുമ്പോൾ ആ കുഴിയിലോട്ടാണ് വീഴാറ്. പിന്നെ അത് നല്ലൊരു പണിയായിട്ട് ഞാൻ കിട്ടാറുമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതിലൊരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അത് അപ്പത്തെ അമ്മ വെട്ടി തരുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ കഴിച്ചു. നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അത് ഏകദേശം 4 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിച്ചു കേട്ടോ. പിള്ളേർക്ക് കാർട്ടൂൺ വെച്ചിരുന്നതുകൊണ്ട് അവരങ്ങനെ ഇരുന്നേ. പിന്നെ അവർ പോകാറായി. ചക്കയെല്ലാം പാക്ക് ചെയ്തിട്ട് അവരങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയി കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഏകദേശം 1.5-3 മണിക്കൂറുള്ള എൻ്റെ വീട്ടിലോട്ട്. എൻ്റെ വീട് വരുന്നത് കൈതച്ചിറയാണ്. എന്നെ കെട്ടിച്ച് വിട്ടേക്കുന്നത് കാരാകുറിശ്ശിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവർ ടാറ്റ പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയി കേട്ടോ. അങ്ങനെ അവരൊക്കെ വന്ന് പോയി. എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. ചക്കയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ചക്ക വരട്ടിയിട്ടൊക്കെ. അപ്പം ചക്കയൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.